എന്തുവരുമോ സാറേ? ചേച്ചി വന്നില്ല സാറേ? ഇല്ല. എന്താ? അല്ല ചോദിച്ചതാ. അത് ചോദിക്കാൻ നീ ആരാ? കളിയാക്കുക അടിച്ചിന്റെ പല്ലിറപ്പിക്കും. ഈ അച്ഛൻ ഞങ്ങളെ പറ്റിക്കമ്മേ. ആരെയും ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്താടാ നീ എന്റെ കുട്ടികൾക്ക് അരയന്നങ്ങളെ കാണിച്ചു കൊടുക്കാത്തെ? അത് കാട്ടി കൊടുക്കാൻ എപ്പോഴും വരണ്ടേ? വല്ലപ്പോഴും വരുള്ളൂ. വരുന്നത് നോക്കിയിരിക്കണം നമ്മള്. എന്നോട് തന്നെ ചെയ്തല്ലേ ഇത്? ഇത്ര വൃത്തികെട്ടവരാണ് നിങ്ങള്. അരി നമുക്ക് സംസാരിക്കാം. ഒന്നും പറയണ്ട. ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം പുറത്ത്. നീ കാര്യം അറിയാതെ വെറുതെ എന്തെങ്കിലും പറയരുത്. എല്ലാം എനിക്കറിയാം. ഇവളെ ഞാൻ കയറി പിടിച്ചാൽ നിങ്ങൾ സഹിക്കുവോ? മര്യാദ പറയണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഇവളെ വേണം ആദ്യം ഇവിടെ അടിച്ചിറക്കാൻ. അരി നീ എന്നെ എന്ത് വേണം ചെയ്യാം? അവളെ വെറുതെ വിട്. ആഹാ പൊള്ളുന്നുണ്ടല്ലേ? കയ്യന്നെ വിട്. ഇറങ്ങടി. വിടാ. ഈ നായിന്റെ മോളെ നിന്നെ ഞാൻ തുടരുതവളെ. നിന്റെ പെണ്ണിനെ തൊട്ടാൽ നിനക്ക് പൊള്ളും. അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ പെണ്ണും. അരി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെയാണോ പിന്നെ എന്റെ അരി നമുക്ക് സംസാരിക്കാം. അമ്മയാണോ പെങ്ങളാണെന്നറിയാത്ത നിന്നോടൊക്കെ സംസാരിക്കല്ല വേണ്ടത്. എന്നോട് ചെയ്യുമായിരുന്നോ? ഞാൻ ചത്തിട്ട് നിങ്ങൾ തമ്മി തമ്മി കൊന്നു. മോനെ എന്തൊക്കെ കാണണോടാ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ലടാ. അമ്മയ്ക്ക് ഇവനെ കുറിച്ച് കേട്ടതും അറിഞ്ഞതൊക്കെ വിശ്വസിക്കാത്തവനാ ഞാൻ. അറിയോ? എന്നിട്ട് എനിക്കിട്ട് എന്നെ തന്നല്ലോ. ഇപ്പൊ വിശ്വാസായില്ലേ? സുനന്ദേ നീ ഒന്നും പറയണ. ഈ അമ്മ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കൂട്ടും. ഏതിനാണ് ഞാൻ കൂട്ടുനിന്നെ? പറയടേ, എന്തിനാണ് ഞാൻ കൂട്ടുന്നത്? പറയട്ടെ, എല്ലാം പറയട്ടെ. അമ്മേ, അമ്മ മിണ്ടരുത്. എന്നെ ഓർത്തൊന്നും അമ്മ പറയരുത്. നശിക്കട്ടെ, ഈ കുടുംബം നശിക്കട്ടെ. എനിക്ക് അവളുടെ നോട്ടം കാണുമ്പോഴാ കൈയെടുത്തൊരാണിനെയല്ലേ അവള് തല്ലിയത്. അതും ഭർത്താവിന്റെ കയ്യിലിരിപ്പ് മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പകരത്തിന് പകരം അവളുടെ മുറി കയറിയനെ. നീ എന്തൊക്കെയായി പറയണേ? വാ, ഇങ്ങനെയൊക്കെ പറയാം. ഹരിയേട്ടാ, ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഹരിയേട്ടൻ ഈ കേട്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല. വേറൊന്നും എന്നോട് ചോദിക്കരുത്. അമ്മേ, നീ ഇതൊക്കെ എങ്ങനെയാടാ മോനെ സഹിക്കണേ? സാരല്ലമ്മേ, എന്നെ വിചാരിച്ച് അമ്മ വിഷമിക്കാണ്ടിരുന്നാ മതി. എനിക്കിതൊക്കെ ശീലല്ല അമ്മേ. കുട്ടിയായിരിക്കുമ്പോഴേ അവൻ അങ്ങനെ തന്നെ. ദേഷ്യം വന്ന നായ കടിക്കണ മാതിരി കടിക്കും. എത്ര കടി എനിക്ക് കിട്ടിയിരിക്കണമെന്നറിയും. അതുപോലെ തന്നെയാ സുനന്ദി. ഒരു പേന കാണാണ്ടായാൽ അത് രവിയേട്ടനെടുത്തു. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ വേട്ടന് പറ്റും. ദാഹവരണം ഇവളാരായിരുന്നു വിട്ടെന്നറിയും. ഒരിക്കൽ സ്കൂളിൽ കളിച്ച് വീണ് തല പൊട്ടിയപ്പോൾ ഞാൻ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ തന്നെ തല്ലി വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ. അന്ന് അവർ പറയണതൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കും. ഇന്നതല്ലല്ലോ. അമ്മ എന്നെ വിശ്വസിക്കണ്ടേ? അതുപോലെ എനിക്ക്. എന്താടാ അവിടെ ആകെ പ്രശ്നം? എന്താ എനിക്കറിയില്ല. ഹോട്ടലിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ ലക്ഷ്മിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടോ? എനിക്കറിയില്ല. പിന്നെ എന്താടാ നിനക്കറിയാ? കാള എന്നെ ആരും പിടിക്കണ്ട. കയ്യിന്ന് വിട്. എന്താ ലക്ഷ്മി? ഏട്ടൻ വണ്ടിയിലേക്ക് കയറ്. മോളെ ഈ ബാഗ് കയ്യിലിരുന്നോട്ടെ. വാ പറയാം.
പേരിൽ എല്ലാം എഴുതി കൊടുക്കാൻ പോയതാവും. നിന്നോട് വല്ലതും പറഞ്ഞോടി? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ ദിനേശ് വെക്കലിന് ഫോൺ ചെയ്തിരുന്നു. ആ അപ്പൊ അത് തന്നെ. എടാ ഹരി, എന്താടാ ചെയ്യാ? ഏട്ടനെ വിവരം അറിയിക്കും. എന്റെ തലയിൽ ഇപ്പൊ അതൊന്നും കേറില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിന്റെ സത്യം അറിയാനും സംസാരിക്കാനും നിന്നാ നമ്മൾ എവിടെ എത്തില്ല. അത് വിട്ടേക്കുക. ഒരു ബന്ധം പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്, കൂട്ടിക്കെട്ടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഗൗരവമുള്ള പല കാര്യങ്ങളും മറന്ന് ഞാനിങ്ങോട്ട് വന്നത്. ഏതായാലും രവീന്ദ്രനാഥൻ നായർ അവളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും. ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റാത്ത തെറ്റുകൾ. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ മതി. അത്രയും നമുക്ക് പറ്റൂ. ഇപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ മറയ്ക്കാം, എന്നെ മറയ്ക്കാം, അമ്മയെ മറയ്ക്കാം, മറ്റെല്ലാവരെയും മറയ്ക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ എല്ലാം മറച്ചു വയ്ക്കാൻ പറ്റുമോ? മറ്റാരും ഒന്നും അറിയില്ല. ഞാൻ ആരോടും ഒന്നും പറയില്ല. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ മുറിയിൽ കയറി വന്നു, അതെങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു, അതുകൊണ്ട് നീ വന്നു. നീന, ഗീതയെ പോലെ തന്നെയാണ് എനിക്ക് നീയും. ചിക്കൻ ഫ്രൈ, ദാൽ കഴിക്ക. ഗംഗേട്ടാ, രാജേട്ടനെ ഉടനെ വിളിക്കാൻ പറഞ്ഞു. ഓ, ഒരുമിച്ചിരുത്തി ഊട്ടുവാണോ? ആ തിന്ന് തിന്ന്, വയറ് നിറച്ച് തിന്ന്. വേണ്ട സുനന്ദേ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ? എന്നാ വീശി കൊടുക്കാം. ഇവളോടൊന്നും ഒരു ദയ മര്യാദയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഹരിയെ കൈവച്ചപ്പോ മുതലുള്ള കലിയ എനിക്ക്. അത് കുറെയൊക്കെ അവന്റെയും തെറ്റുണ്ട്. അവനെന്തിനാ ഓ, കഴിക്കുന്നത്? അത് കൊള്ളാം. എന്താ പോര അലിവ്. ചേട്ടൻ അനിയത്തിയുടെ മുറി കയറിയ പോലെ ചേട്ടത്തിയുടെ മുറി കയറാൻ വല്ല പ്ലാനും ഉണ്ടോ? അയ്യേ, നീ എന്തൊക്കെയാ പറയണത്? കഷ്ടം. വന്നേ, വാങ്ങിട്. എന്താ കുറെ നാളായി ഞാൻ ഓങ്ങി ഓങ്ങി നിൽക്കണം. പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. നിനക്ക് നൊന്താ എനിക്ക് നോവും. തല്ലിയതല്ല, ഒരു മരുന്ന്. വാ, ഇനി നമുക്ക് ഏറ്റം. മോശമായി പോയി. അഡ്വക്കേറ്റ് ദിനേശനൊന്നും പറയുന്നില്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു. അതുപോട്ടെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കൊണ്ടുവന്ന് തൽക്കാലം നമുക്കൊരു സ്റ്റേ വാങ്ങിക്കാം. ബട്ട് ഇറ്റ് ഇസ് ഓൺലി ടെമ്പററി. അതുപോലെ നിങ്ങളുടെ അനിയൻ നാട് വിട്ടു പോയിട്ട് എത്ര വർഷമായി? 18-19 വർഷമായി. അതിനിടയിൽ വരികയോ കത്തയക്കുക അങ്ങനെ വല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? വരുന്നത് വരെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് അവൻ മരിച്ചുപോയിന്നാ. വെരി ഗുഡ്. അത് തന്നെയാണ് വഴി. അയാൾ മരിച്ചുപോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അനിയനല്ല, അനിയനാണെന്ന് പറഞ്ഞെത്തിയിരിക്കുന്ന ഏതോ ഒരു ക്രിമിനൽ. അമ്മ അത് പറയൂ? അമ്മ പറയണ്ട, നമ്മൾ പറയുന്നു. മകനാണെന്ന് അയാൾ തെളിയിക്കട്ടെ. 7 വർഷം ഒരാളെ കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും ഇല്ല എങ്കിൽ അയാൾ മരിച്ചതായി പരിഗണിക്കാം. നിയമമുണ്ട്, എവിഡൻസ് ആക്ട് സെക്ഷൻ 108. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടി വരും. എന്ത് ഇഷ്യൂ വേണമെങ്കിലും ഉണ്ടാക്കാം. വക്കീൽ ആ വഴി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അച്ഛൻ എങ്ങോട്ടാ പോയേ? അറിയില്ല. അച്ഛൻ എന്താ വരാത്തെ? വരും. അമ്മായി, പോലീസ്. പോലീസ്? എന്താ? അയാൾ കൂട്ടിക്കൊണ്ട് വന്ന ആ രാജേന്ദ്രമാമൻ. എന്തിനാ? എന്താടി നിന്റെ പേര്? സീത. സീത? എടുക്കടി പെട്ടി മട്ടിയൊക്കെ. എന്തിന്? ഇത് ഞങ്ങൾ അമ്മായിയാ. ഇവള് പലരുടെ അമ്മായി ആയിട്ടുണ്ടാവും. പറഞ്ഞത് കേട്ടില്ലേടി? ഇത്ര പെട്ടെന്നത് വേണ്ടിയിരുന്നില്ല ഏട്ടാ. പിന്നെ എപ്പോഴാ? ഇതല്ലാതെ വേറെ വഴിയില്ല. അമ്മ കംപ്ലീറ്റ് സ്വത്തുക്കളും അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നലെ. എല്ലാവരും കയ്യും വീശി പോകേണ്ടി വരും. എന്നാലും രവിയേട്ടൻ നമ്മുടെ ആരുമല്ല. ഇങ്ങനെ ഒരാളെ നമുക്ക് പരിചയമില്ല എന്നൊക്കെ എങ്ങനെ പറയാ? പറയണം. രവീന്ദ്രനാഥ് എന്നൊരു ബ്രദർ നാട് വിട്ട് പോയ കാര്യം സത്യമാണ്. തിരിച്ചു വന്നത് അയാളാണെന്ന് നമുക്കറിയില്ല. അറിയില്ല എന്നല്ല, അല്ല അല്ല അല്ല. എന്താ മോനെ, എന്താ നമ്മുടെ വീട്ടിൽ പോലീസ്? അതിന് അമ്മ എന്തിനാ പേടിക്കുന്നേ?
നമ്മളാരെയും കൊന്നിട്ടൊന്നുമില്ല. ഏട്ടനെപ്പോ വന്നു? ഏട്ടനോ? ആരുടെ ഏട്ടൻ? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം? എന്റെ ഏട്ടൻ. ഇവനാണ് ആള്. നീ ആരാ? ആരാ? സത്യം പറടാ, നീ ആരാ? എന്താ രാജേന്ദ്ര ഈ പറയണേ? ഇതെന്ത് ചോദ്യം സാറേ? ഞാൻ രവീന്ദ്രനാഥ്, ഗോവിന്ദമേനോന്റെ രണ്ടാമത്തെ മകൻ. ഗോവിന്ദമേനോന്റെ മകൻ. ഫ്രോഡാണ് ഇവൻ. ഇവന് വിടരുത്. നീ എന്താടാ പറഞ്ഞത്? ഇവൻ എന്റെ മോനാ, എന്റെ മോൻ. എന്റെ മോൻ സത്യമായിട്ട് എന്റെ ഏട്ടനാണ്. ഈ വല്ലിട്ട് മരണം നുണയാ. ഇത്ര നാളെ ഈ വല്ലിട്ട് ഇത് സംശയിച്ചിട്ടില്ല. ചോദിച്ചു നോക്ക്. സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉറപ്പായത് നുണയാണ്. സ്വത്തിന് വേണ്ടി വല്ലിട്ടുണ്ടാക്കുന്ന കള്ള കേസാ. ഓ, ആ കളിയാണോ? എന്റെ രാജേന്ദ്ര, ഇതിലും ഭേദം അവനെ ഉറക്കത്തിൽ കുത്തിക്കൊന്നുവിടറ പട്ടി. എടോ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സാർ ഇത്? നിങ്ങൾ വെറുതെ വേണ്ടാത്ത കാര്യത്തിന് പോലീസിനെ കരുവെക്ക. വേണ്ടാത്ത കാര്യോ? എടോ, ഇത് എന്റെ വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂവാ. സംശയം തോന്നി, ഞാൻ പെറ്റീഷൻ തന്നു. അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട്. ഇവനിവിടെ എല്ലാരും കൊന്നിട്ട് പോയാലേ സമാധാനം താൻ പറയേണ്ട വരും. ഈ അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട്, കാഴ്ചക്കുറവുണ്ട്. ആളെ കണ്ടാൽ തിരിച്ചറിയൂല. എടാ, നീ എന്റെ മകനല്ല, എന്റെ വയറ്റിൽ കുരുത്തതല്ല. നിന്റെ ഉള്ളി മൃഗമാണ്. മൃഗം. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. അമ്മ ഇവിടെ ജനിച്ച വീണപ്പം മുതൽ തുടങ്ങിയതാ എന്റെ മോനോടുള്ള ഇവന്റെ പക. ഇതിന് മാത്രം എന്ത് തെറ്റാ ഏട്ടാ ഞാൻ ചെയ്തത്? കുട്ടിയായിരിക്കുമ്പോഴും എന്റെ കണ്ണീര് കാണാൻ ഏട്ടനിഷ്ടം. എല്ലായിടത്തും എന്നെ ചതിച്ചേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കണം, അന്നും എന്നും രവി തോറ്റു തരികയാണ്. ജയിക്കാൻ കരുത്തില്ലാഞ്ഞിട്ടോ ചങ്കുറ്റല്ലാഞ്ഞിട്ടോ അല്ല. നിങ്ങൾക്ക് ഞാൻ ആരുമല്ലെങ്കിലും നിങ്ങൾ എന്റെ ഏട്ടനാണ്, എന്റെ ചോര. മോനെ, DIG ഗോവിന്ദമേനോന്റെ ഭാര്യയാണ് ഞാൻ. അത് കണക്കാക്കണ്ട. പെറ്റ വയറ് നോവുന്നൊരമ്മ. ഞാൻ നെഞ്ചൊരുക്കി പറയുകയാണ്, ഇവൻ എന്റെ മോനാണ്, എന്റെ പൊന്നു മോൻ. ഇവനെ ഞാൻ വിട്ടു തരില്ല. ഇതിന് ഞങ്ങൾ ഏട്ടനോട് നിൽക്കില്ല. ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ട് കിട്ടുന്ന സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ എല്ലാരും പുണ്യാളന്മാരായി. സാറേ, സാർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ? പണത്തിന് വേണ്ടി ഇങ്ങനത്തെ കളി കളിക്കണം. ഇതിലും ഭേദം ഞാനൊന്നും പറയുന്നില്ല. കൊള്ളാം. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ. മറക്കില്ല, ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. ഓർത്തോ? ആ, എത്തിയല്ലോ. ഹലോ. ഹലോ. ഹരി, നിന്റെ ഭാര്യയുടെ യഥാർത്ഥ ചരിത്രം അറിയോ? അതിനു മുമ്പ് കുറെ പഴയ ചരിത്രങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. വേണോ? രേഖകളുണ്ട്, കാണിച്ചു തരാം. നിന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ആ വെളുത്ത മുഖത്ത് കരി തേക്കണ്ട. നീ ഇതൊന്നും കാര്യമാക്കണ്ട, വാ. ഓണപ്പോക്കിനൊരു റാണി. ഇവൻ വെറും മൃഗല്ല, കണ്ടാമൃഗ. ആ പിന്നെ ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ അവരവരുടെ മുറിയിൽ, അതും വാതിലടച്ച് കുറ്റിട്ടിട്ട്. ഏട്ടത്തി, ഏട്ടൻ പോവാണ്. എങ്ങടാ? തിരിച്ച്. അല്ല, രവിയേട്ടൻ പുറപ്പെടുകയാണ്. ഏട്ടൻ എന്തിനാ പോണത്? ഞങ്ങളൊക്കെ പോയാ പോരെ. ഇതിപ്പോ ഏട്ടന്റെ വീടല്ലേ? ഏട്ടന് വീടുണ്ട് അവിടെ. ഒരു മുറി, ഒരു കൊച്ചടുക്കളി. അത് തന്നെ ധാരാളം. ഏട്ടനൊരു ചെറിയ കമ്പനിയിലെ തൊഴിലാളിയല്ലേ, അതെന്നെ ഇപ്പൊ ഉണ്ടോന്നറിയില്ല. ആരല്ല, എന്ത് പണിയെടുക്കാൻ അറിയാം, ജീവിക്കും. അപ്പോ ആധാരം നടത്തിച്ചോന്ന്? നടത്തിച്ചു. അമ്മയെ കൊണ്ട് നിങ്ങളുടെ 4 ആളുടെ പേർക്ക് എഴുതിച്ചു. ഏട്ടൻ
ഇതിപ്പോ നിങ്ങളുടെ വീടാണ്. ഒരപേക്ഷയുണ്ട്. അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഇത് പൊളിച്ചു വെക്കരുത്. നമ്മള് 4 അല്ലല്ലോ, 5 ആളല്ലേ ഏട്ടാ? എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ കേട്ടില്ലേ? രവിയേട്ടൻ ഗോവിന്ദൻ എന്റെ മോനല്ല, സ്വത്ത് മോഹിച്ചു വന്നൊരു ഫ്രോഡാണെന്ന്. ശരിയാണ്, ചിലർക്ക് മോഹിച്ചു തന്നെയാ വന്നത്. പക്ഷേ സ്വത്തും പണമൊന്നുമല്ല. എന്റെ മക്കൾക്ക് വല്യച്ഛൻ, ഇളയച്ഛൻ, സുനന്ദമായി, ഗീതമായി എന്നൊക്കെ വിളിക്കാൻ, ഓണത്തിനോ വിഷുവിനോ ഒക്കെ ഒന്നും നാട് കണ്ടിട്ട് പോവാൻ. ഇനിയിപ്പോ ഒരു കാലത്ത് ഞാനില്ലാണ്ടായാല് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആ തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഒന്നും ഗുണദോഷിക്കാൻ. ഇളയച്ഛനും അമ്മായിമാരും സാരില്ല. ഞങ്ങളുണ്ടാവും ഏട്ടാ, എന്നുണ്ടാവും. ഏട്ട പോകരുത്. ലച്ചു, ഗീതമായി പറഞ്ഞ കേട്ടോ, നമ്മളിനി പോവണ്ടെന്ന്. രവിയേട്ടൻ, പണ്ട് ഞങ്ങൾ വികൃതി കാട്ടിയാലും അച്ഛൻ്റെ നടി രവിയേട്ടനായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛനല്ല, ഞങ്ങൾ തന്നെയാ തന്നത്. സാരില്ല, ഏട്ടനക്ക് അപ്പോഴും പറഞ്ഞില്ലേ? പറയാൻ അർഹതയില്ല. എങ്കിലും ഏട്ടത്തിയും കുട്ടിയോടും രവിയേട്ടനും ഇവിടെ തന്നെ ഉണ്ടാവണം. വേണ്ട, പോയേ പറ്റൂ. ഈ വീട്ടിൽ എന്റെ മോന് ഇനിയും സങ്കടങ്ങളെ ഉണ്ടാവും. പോണം. ഈ വീട് അവന്റെ അല്ല. ഈ വീട്ടിൽ അവനൊരു അവകാശമില്ല. അമ്മ എന്തേ പറയണ? എന്താ, നിനക്കൊക്കെ അതല്ലേ വേണ്ടു? സ്വത്തും പണവും. ജീവിക്കും, സന്തോഷമായിട്ട് ജീവിക്കും. ഏട്ടനിവിടെ ഉള്ളതാണമ്മേ ഞങ്ങൾക്ക് സന്തോഷം. ഇതിനായി ഏട്ടൻ ഈ സ്നേഹത്തിൽ, അല്ലാതെ വേറൊന്നുമല്ല. വല്ലപ്പോഴും വരുമ്പോ ഒന്ന് ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് കഴിയും. പോകുമ്പോ ഒന്ന് കണ്ണു നിറയുക, ധാരാളം. ഇപ്പോ ഏട്ടൻ സന്തോഷമായി. ഇനി ഏട്ടന് 2 കാര്യങ്ങൾ നിങ്ങൾ അനുവദിച്ചു തരണം. ഒന്ന് ധാവളം. സുജയ്, ഇവളങ്ങനെ മാറി നിൽക്കേണ്ട കുട്ടിയൊന്നുമല്ല. ഇവൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഇവളുടെ ആവശ്യങ്ങൾക്കായിട്ടൊരു സംഖ്യ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ ഇവളുടെ അമ്മ എന്തെങ്കിലും തിരിച്ചു വന്നാൽ ദുഷിച്ച് തള്ളിക്കളയും. പിന്നെ അമ്മ എൻ്റെ കൂടെ പോര്. സുഖമില്ലാത്തപ്പോ അമ്മ ആരും ഒന്നും പറയണ്ട. കുറച്ചു കാലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. ആരെതിർത്താലും ഞാൻ പോകും. സൗകര്യക്കുറവുകളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. പോരണം അമ്മയ്ക്ക് വാശി. ഞാൻ നോക്കിക്കോളാം. ശ്രീധരമാമ പോയി. രവിയേട്ടൻ പോണത് കാണാൻ വയ്യ. നന്നായി. ഞാൻ ഇറങ്ങുമ്പോ യാത്ര അയക്കാനും കണ്ണീരൊഴുക്കാനും ഒന്നും ആരും വരണ്ട. ഇനിയും വരും രവിയേട്ടൻ. അച്ഛാ, അരിയന്നെങ്കിലേ കണ്ടല്ലോ. അരയന്നങ്ങൾ ഇനി നമ്മുടെ വീട്ടിൽ വരും. അവിടെ